Good morning to all of you. Dear students, welcome to the 17th session of our subject English for Communication. Today we are going to cover the third module, Core Text 1, My Greatest Olympic Prize. എൻ്റെ ഏറ്റവും വലിയ ഒളിമ്പിക് പ്രൈസ്, written by Jesse Owens. Jesse Owens, 1913 to 1980, was an American track and field athlete. He won 4 gold medals in the Berlin Olympics in 1936. The following is an autobiographical piece which tells us about the true spirit of sports and friendship. ഇത് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ പീസ് എന്നാണ്. ഓട്ടോബയോഗ്രഫി പറഞ്ഞാൽ ആത്മകഥ, സ്വന്തം കഥ സ്വന്തമായിട്ട് എഴുതുന്നതിനെയാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുക. ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതകഥ വേറൊരാളെ എഴുതുന്നതിനെ ബയോഗ്രഫി എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ജീവിതകഥ അദ്ദേഹം തന്നെ എഴുതുകയാണെങ്കിൽ അതിനെ ഓട്ടോബയോഗ്രഫി എന്ന് പറയും. ഇത് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി എന്നുള്ള ഒരു പോർഷനാണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹം ഒരു അമേരിക്കൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റ് ആയിരുന്നു. അപ്പോൾ 1936 ഒളിമ്പിക് ഗെയിംസിൽ അദ്ദേഹം പങ്കെടുത്ത സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ന്യൂ വേർഡ്സ്. സോഫോമോർ, എ സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ്റ് ഇൻ ഹൈ സ്കൂൾ ഓർ കോളേജ്. കോളേജിലോ ഹൈസ്കൂളിലോ സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ്റിനെയാണ് സോഫോമോർ എന്ന് പറയുന്നത്. ഡെർഫറർ, ഹിറ്റ്ലറിനെയാണ് ഡെർഫറർ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ചിസൽഡ് എന്ന് പറഞ്ഞാൽ ഫൈൻലി ഷേപ്പ്ഡ്, നല്ല രീതിയിൽ ഷേപ്പ് ഉള്ള, മുഖത്തിൻ്റെ ഷേപ്പിനെ ഉദ്ദേശിച്ചാണ് അവിടെ പറയുന്നത്. പീക്ക് പെർഫോമൻസ്, വൺസ് ബെസ്റ്റ് പെർഫോമൻസ്, നല്ല ബെസ്റ്റ് പെർഫോമൻസിനാണ് പീക്ക് പെർഫോമൻസ് എന്ന് പറയുന്നത്. എപ്പിറ്റോം, മാതൃക, പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് എ ക്വാളിറ്റി, പ്രത്യേക ക്വാളിറ്റിയെ സംബന്ധിച്ചൊരു മാതൃകാപരമായുള്ളതാണ് എപ്പിറ്റോം എന്ന് പറഞ്ഞാൽ. അണ്ടർ റാപ്സ്, പൊതിഞ്ഞു കെട്ടിയ എന്നൊക്കെ അർത്ഥം വരും. സീക്രട്ട്ലി, ഡിസ്ഗസ്റ്റഡ്ലി, ഷോക്കിംഗ്ലി, ഒരു പെട്ടെന്ന് ദേഷ്യം വരിക, എന്തെങ്കിലും ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ ഒരു ദേഷ്യം വരിക, അതിനൊക്കെയാണ് ഡിസ്ഗസ്റ്റഡ്ലി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. എബൌട്ട്, ഫ്ലോ ഓഫ്, ഒഴുകി പോവുക, ക്ലിയറായി പോവുക. ഇറ്റ് വാസ് ദ സമ്മർ ഓഫ്, കഥ തുടങ്ങുകയാണ്. ഇറ്റ് വാസ് ദ സമ്മർ ഓഫ് 1936. ദ ഒളിമ്പിക് ഗെയിംസ് വർ ബീയിങ് ഹെൽഡ് ഇൻ ബെർലിൻ. ബെർലിനിലായിരുന്നു ഒളിമ്പിക് ഗെയിംസ് നടക്കാൻ പോവാണ് 1936. ബിക്കോസ് അഡോൾഫ് ഹിറ്റ്ലർ ചൈൽഡിഷ്ലി ഇൻസിസ്റ്റഡ് ദാറ്റ് ഹിസ് പെർഫോമേഴ്സ് വെർ മെമ്പേഴ്സ് ഓഫ് എ മാസ്റ്റർ റേസ്. അദ്ദേഹത്തിൻ്റെ ഹിറ്റ്ലറിൻ്റെ ഒരു ആധിപത്യം നടക്കുന്ന സമയത്തായിരുന്നു അത് 1936 ജർമ്മനിയിൽ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മാസ്റ്റർ റേസ്, നാഷണലിസ്റ്റിക് ഫീലിങ്സ് വേർ അറ്റ് ആൻ ഓൾ ടൈം ഹൈ. ആ സമയത്ത് അവിടുത്തെ ജർമ്മൻകാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്പിരിറ്റ് കൂടുതലായിരുന്നു അവർക്ക്, അവരുടെ നാഷണലിസവും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ മാസ്റ്റർ റേസ് എന്നുള്ള, ആര്യൻസ് എന്നുള്ള രീതിയിലൊരു മാസ്റ്റർ റേസ് ഒക്കെ ആയിട്ട് അവർ പ്രത്യേക വർഗ്ഗമൊക്കെ ആയിട്ട് അവർ അവിടെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു, എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു ആ സമയത്ത്. നൗ ഐ വാസൻറ്റ് ടു വറീഡ് അബൌട്ട് ആൾ ദീസ്. ഇപ്പോൾ ജെസ്സി ഓവൻസ് പറയുന്നത് ഇത് ഈ വക അല്ല, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊന്നും എന്നെ സംബന്ധിച്ചുള്ള ഒരുപാട് വറീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഐ ഹാഡ് ട്രെയിൻ, എന്താണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വെറ്റഡ്, നല്ല രീതിയിൽ വേർത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഡിസിപ്ലിൻഡ് മൈസെൽഫ് ഫോർ 6 years. വളരെ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിരുന്നു കഴിഞ്ഞ 6 വർഷമായിട്ട്. വിത്ത് ദ ഗെയിംസ് ഇൻ മൈൻഡ്, മനസ്സിൽ ഗെയിംസ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൈൽ ഐ വാസ് ഗോയിങ് ഓവർ ഓൺ ദ ബോട്ട്, ആൾ ഐ കുഡ് തിങ്ക് അബൌട്ട് വാസ് ടേക്കിംഗ് ഹോം 1 or 2 ഓഫ് ദോസ് ഗോൾഡ് മെഡൽസ്. 1-2 ഗോൾഡ് മെഡൽസ് നേടുക എന്നുള്ള ലക്ഷ്യമായിരുന്നു എനിക്ക് മുമ്പിലുണ്ടായിരുന്നത്. ഐ ഹാഡ് മൈ ഐ എസ്പെഷ്യലി ഓൺ ദ റണ്ണിങ് ബ്രോഡ് ജമ്പ്. ബ്രോഡ് ജമ്പ് പറഞ്ഞാൽ ലോങ് ജമ്പ്, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് ഐറ്റം. എ ഇയർ ബിഫോർ, ആസ് എ സോഫോമോർ അറ്റ് ഓഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഒരു വർഷം മുമ്പ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ്റ്, ഓഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ ഐ ഹാഡ് സെറ്റ് ദ വേൾഡ്സ് റെക്കോർഡ് ഓഫ് 26 feet 8 1/4 inches. ബ്രോഡ് ജമ്പിൽ അല്ലെങ്കിൽ ലോങ് ജമ്പിൽ 26 അടി 8.25 ഇഞ്ച് ദൂരം അധികം ചാടിയിട്ടുണ്ടായിരുന്നു. എവരി വൺ കൈൻഡ് ഓഫ് എക്സ്പെക്റ്റഡ് മീ ടു വിൻ ദാറ്റ് ഒളിമ്പിക് ഈവൻറ്റ് ഹാൻഡ്സ് ഡൗൺ. വളരെ ഈസി, ഹാൻഡ്സ് ഡൗൺ എന്ന് പറഞ്ഞാൽ വളരെ ഈസി എന്നർത്ഥം വരും. വളരെ ഈസി ആയിട്ട് ഞാനതുകൊണ്ട് ഒളിമ്പിക് നേടുമെന്നുള്ള എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഐ വാസ് ഇൻ ഫോർ എ സർപ്രൈസ്. എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു ജർമ്മനിയിൽ, ബെർലിനിൽ. വെൻ ദ ടൈം കെയിം ഫോർ ബ്രോഡ് ജംപ് ട്രയൽസിൻ്റെ സമയമായിരുന്നു. ഐ വാസ് സ്റ്റാർട്ടിൽഡ് ടു സീ, ഞാൻ പെട്ടെന്ന് സ്റ്റാർട്ടിൽ ടു സീ എന്ന് പറഞ്ഞാൽ ഞാൻ കാണാനിടയായി. പെട്ടെന്ന് എനിക്ക് മുമ്പിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. എ ടോൾ ബോയ് ഹിറ്റിംഗ് ദ പിറ്റ് അറ്റ് ആൾമോസ്റ്റ് 26 feet ഓൺ ഹിസ് പ്രാക്ടീസ് ലീപ്സ്. 26 അടിയോളം അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് ലീപ്പിൽ പോലും ചാടുന്ന ഒരു കുട്ടിയെ, എനിക്ക് ഉയരം കൂടിയ ഒരു പയ്യനെ കാണാൻ ഇടയായി. ഹി ടേൺഡ് ഔട്ട് ടു ബി എ ജർമ്മൻ നെയിംഡ് ലെസ്ലോങ്. അത് ഒരു ജർമ്മനായിരുന്നു അദ്ദേഹം. സീക്രട്ടായിട്ട് അഡോൾഫ് ഹിറ്റ്ലർ വളർത്തി കൊണ്ടുവന്ന ഒരു പയ്യനായിരുന്നു. എൻ്റെ പേര് ലെസ്ലോങ് എന്നായിരുന്നു. ഐ വാസ് ടോൾഡ് ദാറ്റ്
ഹിറ്റ്ലർ ഹാഡ് കെപ്റ്റ് ഹിം അണ്ടർ റാപ്സ്. സീക്രട്ടായിട്ട് വളർത്തി കൊണ്ടുവന്ന ഒരു പയ്യനായിരുന്നു ഈ ലെസ്ലോങ് എന്നുള്ളത്. എവിഡൻലി ഹോപ്പിംഗ് ടു വിൻ, ക്ലിയർ ആയിട്ട്, എവിഡൻലി പറഞ്ഞാൽ ക്ലിയർലി, ഹോപ്പിംഗ് ടു വിൻ ദ ജമ്പ് വിത്ത് ഹിം. അപ്പോൾ ഒരു ബ്രോഡ് ജമ്പിൽ ഒരു മെഡൽ നേടിയെടുക്കുക, ഗോൾഡ് മെഡൽ തന്നെ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അദ്ദേഹം അവനെ വളർത്തിക്കൊണ്ടുവന്നത്. I guessed that if Long won, it would add some new support to the Nazis' Aryan superiority theory. അത് നാസികളെന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറിൻ്റെ ഫോളോവേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. നാസികളുടെ ആര്യൻ സുപ്പീരിയോറിറ്റി തിയറി, അദ്ദേഹം അവർ വലിയ ആൾക്കാരാണെന്നുള്ളൊരു വിചാരം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യും ലെസ്ലോങ് ജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയാമായിരുന്നു. ആഫ്റ്റർ ആൾ, പോരാത്തതിന് ഐ ആം എ നീഗ്രോ, ജെസ്സി ഓവൻസ് ആയ ഞാൻ ഒരു നീഗ്രോയും കൂടിയാണ്, ഒരു കറുത്ത വർഗ്ഗക്കാരനും കൂടിയാണ്. എ ലിറ്റിൽ ഹോട്ട് അണ്ടർ ദ കോളർ എബൌട്ട് ഹിറ്റ്ലേഴ്സ് വേസ്. എന്നെ സംബന്ധിച്ചുള്ള കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഹോട്ട് അണ്ടർ ദ കോളർ പറഞ്ഞ് ദേഷ്യം വരിക എന്നർത്ഥം. എബൌട്ട് ഹിറ്റ്ലേഴ്സ് വേസ്, അദ്ദേഹത്തിൻ്റെ വഴികളിൽ എനിക്ക് വളരെ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. ഐ ഡിറ്റർമിൻഡ് ടു ഗോ ഔട്ട് ദർ ആൻഡ് റിയലി ഷോ ഡർ ഫറർ ആൻഡ് ഹിസ് മാസ്റ്റർ റേസ് ഹൂ വാസ് സുപ്പീരിയർ ആൻഡ് ഹൂ വാസ്. ആ ദേഷ്യം തന്നെ എനിക്ക് അത് അവിടെ ഒരു മെഡൽ നേടിയിട്ട്, അതും ഗോൾഡ് മെഡൽ തന്നെ നേടിയിട്ട് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണമായിരുന്നു ആരാണ് സുപ്പീരിയർ എന്നുള്ളതൊക്കെ. അൻ ആംഗ്രി അത്ലറ്റ് ഈസ് ആൻ അത്ലറ്റ്, ആ ഒരു ദേഷ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അൻ ആംഗ്രി അത്ലറ്റ്, ഐ വാസ് ആൻ ആംഗ്രി അത്ലറ്റ്. അൻ ആംഗ്രി അത്ലറ്റ് ഈസ് ആൻ അത്ലറ്റ് ഹൂ വിൽ മേക്ക് മിസ്റ്റേക്സ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ദേഷ്യമുണ്ട സമയത്ത് മിസ്റ്റേക്സ് ഉണ്ടാക്കാനുള്ള ചാൻസും കൂടുതലാണ്. ആസ് എനി കോച്ച് വിൽ ടെൽ യു, അത് ഏതൊരു കോച്ചും സാധാരണ വളരെ കൂളായിട്ട് ഇരിക്കാൻ പറയാറുണ്ട്. ഐ വാസ് നോ എക്സെപ്ഷൻ, ഞാനതൊന്നും ഒരു വ്യത്യസ്തനൊന്നും ആയിരുന്നില്ല. ഓൺ ദ ഫസ്റ്റ് ഓഫ് മൈ 3 ക്വാളിഫയിങ് ജെംസ്, എൻ്റെ ആദ്യത്തെ 3 ക്വാളിഫയിങ് ജെംസിൽ ഐ ലീപ്ഡ് ഫ്രം സെവറൽ ഇഞ്ചസ് ബിയോണ്ട് ദ ടേക്ക് ഓഫ് ബോർഡ് ഫോർ എ ഫൗൾ. ഞാൻ എവിടെയാണോ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് കൊടുത്തത് ആ ലൈന് ക്രോസ് ചെയ്തിട്ടായിരുന്നു കാല് വെച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഡിസ്ക്വാളിഫൈ ആയിപ്പോയി, ഫൗളായിപ്പോയി ആ സമയങ്ങളിൽ 3 ട്രയലിലും. ഓൺ ദ സെക്കൻഡ് ജമ്പ്, രണ്ടാമത്തെ ജമ്പിൽ ഐ ഫൗൾഡ് ഈവൻ വേഴ്സ്, വീണ്ടും സിറ്റുവേഷൻ വേഴ്സാവുകയാണ് ചെയ്തത്. ഡിഡ് ഐ കം 3000 മൈൽസ് ഫോർ ദിസ്, ഇത്രയും ദൂരം വന്നത് ഇങ്ങനെ ഫൗളായിട്ട് ഔട്ടായി പോകാൻ വേണ്ടിയിട്ടായിരുന്നു. ഐ തോട്ട് ബിറ്റർലി, കുറച്ച് കൈപ്പേറിയ ഒരു വിചാരമായിരുന്നു എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ടു ഫൗൾ ഔട്ട് ഓഫ് ദ ട്രയൽസ് ആൻഡ് മേക്ക് എ ഫോൾ ഓഫ് മൈ സെൽഫ്, ട്രയലിൽ തന്നെ പങ്കെടുക്കാൻ പറ്റാതെ ട്രയലിൽ തന്നെ ഔട്ടാവുക എന്നൊരു സ്വയം ഒരു വിഡ്ഢിയായി മാറുക എന്നുള്ളത്. വാക്കിംഗ് എ ഫ്യൂ യാർഡ്സ് ഫ്രം ദ പിറ്റ് ഐ കിക്ക് ഡിസ്ഗസ്റ്റഡ്ലി അറ്റ് ദ ഡർട്ട്, അതുകൊണ്ട് തന്നെ അങ്ങനെ ചാടി ഫൗളായ സമയത്ത് ഐ കിക്ക് ഡിസ്ഗസ്റ്റഡ്ലി അറ്റ് മണ്ണിൽ ഞാൻ ദേഷ്യത്തോടു കൂടി ചവിട്ടി, എൻ്റെ ഒരു അമർഷം അവിടെ തീർത്തു എന്നർത്ഥം. സഡൻലി ഐ ഫെൽറ്റ് എ ഹാൻഡ് ഓൺ മൈ ഷോൾഡർ, പെട്ടെന്ന് ആരോ എൻ്റെ ഷോൾഡറിൽ ആരോ കൈ വയ്ക്കുന്നതായിരുന്നു എനിക്ക് തോന്നി. ഐ ടേൺ ടു ലുക്ക് ഇൻ ടു ദ ഫ്രണ്ട്ലി ബ്ലൂ ഐസ് ഓഫ് ദ ടോൾ ജർമ്മൻ ബ്രോഡ് ജമ്പർ. അപ്പോൾ ആ ടോൾ ബ്രോഡ് ജമ്പർ ആയിരുന്നു അത്, ലെസ്ലോങ് ആയിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ കൈകൾ എൻ്റെ ഷോൾഡറിൽ വെച്ചു എൻ്റെ ദേഷ്യം കണ്ടിട്ട്. ഹി ഹാഡ് ഈസിലി ക്വാളിഫൈഡ് ഫോർ ദ ഫൈനൽസ് ഓൺ ഹിസ് ഫസ്റ്റ് അറ്റംപ്റ്റ്, അവൻ്റെ ഫസ്റ്റ് ജമ്പ് തന്നെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി ഓഫേർഡ് മീ എ ഫേം ഹാൻഡ് ഷേക്ക്, അതുകൊണ്ട് എന്നെ വളരെ ഫേമായിട്ട്, വളരെ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡ് ഷേക്ക് അവൻ എനിക്ക് തന്നു. ജെസ്സി ഓവൻസ് ആം ലെസ്ലോങ്, പരിചയപ്പെടുത്തി. ജെസ്സി ഓവൻസ്, ഞാൻ ലെസ്ലോങ് ആണ്. ഐ ഡോണ്ട് തിങ്ക് വി ഹാവ് മെറ്റ്, എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇതിനു മുമ്പിൽ കണ്ടിട്ടുണ്ട് എന്ന്. ഹി സ്പോക്ക് ഇംഗ്ലീഷ് വെൽ, നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടായിരുന്നു. ദോ വിത്ത് എ ജർമ്മൻ ട്വിസ്റ്റ്, ചെറിയൊരു ആക്സെൻറ്റ്, ഒരു ജർമ്മൻ ചൊവ്വ അതിനകത്ത് ഉണ്ടായിരുന്നു എങ്കിൽ കൂടി നല്ല രീതിയിൽ അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഗ്ലാഡ് ടു മീറ്റ് യു ഐ സെഡ്, കണ്ടത് സന്തോഷം, ഞാൻ പറഞ്ഞു. ദെൻ ട്രൈങ് ടു ഹൈഡ് മൈ നെർവസ്നെസ്, എൻ്റെ നെർവസ്നെസ്, ഞാൻ കുറച്ചൊരു വികാരത്തിന് അടിമപ്പെട്ടിരിക്കുകയായിരുന്നു, കുറച്ച് നെർവസ്നെസ് ഉണ്ടായിരുന്നു. ഐ ആഡഡ്, അതിനുശേഷം ഞാൻ ആഡ് ചെയ്തു ഹൗ ആർ യു, എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഐ ആം ഫൈൻ, ദ ക്വസ്റ്റ്യൻ ഈസ് ഹൗ ആർ യു, ഞാൻ സുഖമായിരിക്കുന്നു, പക്ഷെ ചോദ്യം അതല്ല, നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു. വാട്ട് ഡു യു മീൻ ഐ ആസ്ക്, എന്താണ് നിങ്ങളതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഞാൻ തിരിച്ച് ചോദിച്ചു. സംതിങ് മസ്റ്റ് ബി ഈറ്റിംഗ് യു, എന്തോ നിങ്ങളെ കാർന്ന് തിന്നുന്നുണ്ട്. സംതിങ് മസ്റ്റ് ബി ഈറ്റിംഗ് യു, എന്തോ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു പ്രയാസമുണ്ട്, എന്തോ നിങ്ങൾ ടെൻഷനിലാണ്. സംതിങ് മസ്റ്റ് ബി ഈറ്റിംഗ് യു, സംതിങ് ഈസ് ഈറ്റിംഗ് യു ഫ്രം ഇൻസൈഡ്, ഹി സെഡ്, പ്രൗഡ് ദ വേ ഫോറിനേഴ്സ് ആർ വെൻ ദേ ഹാവ് മാസ്റ്റേർഡ് എ ബിറ്റ് ഓഫ് അമേരിക്കൻ സ്ലാങ്. ചെറിയൊരു അമേരിക്കൻ സ്ലാങ്ങോട് കൂടി വളരെ അഭിമാനത്തോട്, വളരെ പ്രൗഡായിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. എന്തോ നിങ്ങളെന്തോ ഒരു ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ എന്തോ ഒന്ന്. യു ഷുഡ് ബി ഏബിൾ ടു ക്വാളിഫൈ വിത്ത് യുവർ ഐസ് ക്ലോസ്, കണ്ണും പൂട്ടിയിട്ട് നിങ്ങൾ ക്വാളിഫൈ ആവേണ്ടതാണല്ലോ. ബിലീവ് മീ ഐ നോ ഇറ്റ്, ഐ ടോൾഡ് ഹിം, എന്നെ വിശ്വസിക്കൂ, എനിക്കത് പറ്റുമെന്ന് എനിക്കറിയാം. ഐ ടോൾഡ് ഹിം ആൻഡ് ഇറ്റ് ഫെൽറ്റ് ഗുഡ് ടു സേ ദാറ്റ് ടു സമ്മൺ, അങ്ങനെ വേറെ ആൾക്ക് ഉപദേശിച്ചു കൊടുക്കാൻ വളരെ എളുപ്പവുമാണ്.
ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ മിനിറ്റ്സ് ഏതാനും നിമിഷങ്ങൾക്ക് വി ടോക്ക് ടുഗദർ ഞങ്ങൾ ഒന്നിച്ച് സംസാരിച്ചു. ഐ ഡിഡൻറ്റ് ടെൽ ലോങ് വാട്ട് വാസ് ഈറ്റിംഗ് മീ. ഞാൻ ഒരിക്കലും അദ്ദേഹം എന്താണ് എൻ്റെ പ്രയാസം എന്നുള്ളത് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞില്ല. ബട്ട് ഹീ സീംഡ് ടു അണ്ടർസ്റ്റാൻഡ് മൈ ആങ്കർ. എൻ്റെ ദേഷ്യം അദ്ദേഹം മനസ്സിലാക്കിയ മാതിരി തോന്നി. ഹി ടുക്ക് പെയിൻസ് ടു റീഅഷ്യൂർ മീ. എൻ്റെ പെയിൻ അദ്ദേഹം മനസ്സിലാക്കിയ മാതിരി എനിക്ക് തോന്നി. ആൾദോ ഹി ഹാഡ് ബീൻ സ്കൂൾഡ് ഇൻ ദ നാസി യൂത്ത് മൂവ്മെൻറ്റ്. നാസികളുടെ യൂത്ത് മൂവ്മെൻറ്റിലായിരുന്നു അദ്ദേഹം പഠിച്ചതെല്ലാം, ചെറുപ്പത്തിലെല്ലാം പഠിച്ചതെല്ലാം നാസികളുടെ സ്കൂളിലും മറ്റുമായിരുന്നു. ഹി ഡിഡൻറ്റ് ബിലീവ് ഇൻ ദ ആര്യൻ സൂപ്രമസി ബിസിനസ് എനി മോർ ദാൻ ഐ ഡിഡ്. ഞാൻ വിചാരിച്ച മാതിരിയുള്ള ഒരു പ്രശ്നമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. വി ലോഫ്ഡ് ഓവർ ദ ഫാക്ട് ദാറ്റ് ഹി റിയലി ലുക്ക്ഡ് ദ പാർട്ട് ദോ. ആൻ ഇഞ്ച് ടോളർ ദാൻ ഐ. എന്നെക്കാട്ടും ഒരു ഇഞ്ച് ഹൈറ്റ് അദ്ദേഹത്തിന് കൂടുതലുണ്ടായിരുന്നു. ഹി ഹാഡ് എ ലീൻ മസ്കുലർ ഫ്രെയിം. വളരെ മെലിഞ്ഞ മസ്കുലർ ഫ്രെയിം, വളരെ മസിൽസ് എല്ലാം ബിൽഡപ്പ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ക്ലിയർ ബ്ലൂ ഐസ്, ബ്ലോണ്ട് ഹെയർ ആൻഡ് സ്ട്രൈക്കിംഗ്ലി ഹാൻഡ്സം ചിസൽഡ് ഫേസ്. വളരെ ഹാൻഡ്സം ആയിരുന്നു കാണാനും, മുഖത്തിനെല്ലാം നല്ലൊരു പ്രത്യേക ഷേപ്പും ഉണ്ടായിരുന്നു. ഫൈനലി സെയിങ് ദാറ്റ് ഐ ഹാഡ് കാംഡ് ഡൗൺ സംവാട്ട് ഹി പോയിൻറ്റഡ് ടു ദ ടേക്ക് ഓഫ് ബോർഡ്. അദ്ദേഹം എവിടെയാണോ ആ സ്റ്റാർട്ടിംഗ് ലൈൻ പോയിൻ്റ് ഉള്ളത്, എവിടെ നിന്നാണോ ചാടേണ്ടത് ആ പോയിൻറ്റിലോട്ട് ചൂണ്ടി ടേക്ക് ഓഫ് ബോർഡ് എന്നാണോ ആ പോയിൻറ്റിനെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലുക്ക് ഹി സെറ്റ്. നോക്കൂ, അദ്ദേഹം പറഞ്ഞു, വൈ ഡോണ്ട് യു ഡ്രോ എ ലൈൻ എ ഫ്യൂ ഇഞ്ചസ് ടു ദ ബാക്ക് ഓഫ് ദ ബോർഡ് ആൻഡ് എയിം അറ്റ് മേക്കിംഗ് യുവർ ടേക്ക് ഓഫ് ഫ്രം ദർ. എന്തുകൊണ്ട് ആ ലൈനിൽ നിന്ന് കുറച്ച് പിറകോട്ട് ഒരു വേറെ ലൈന് വരച്ച് അവിടെ നിന്ന് നിങ്ങൾക്ക് ചാടിക്കൂടാ? യു വിൽ ഷുവർ നോട്ട് ടു ഫോൾ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഫൗളാവില്ല. ആൻഡ് യു സർട്ടൺലി ഓട്ട് ടു ജമ്പ് ഫാർ ഇനഫ് ടു ക്വാളിഫൈ. നിങ്ങൾ നല്ല ദൂരം ചാടുന്നുണ്ട്, പക്ഷേ പ്രശ്നം ഫൗളാവുക എന്നുള്ളതാണ്. അപ്പോൾ ഫൗളാവുക എന്നുള്ള പ്രശ്നം നമുക്ക് ഇങ്ങനെ ഒന്ന് ഓവർകം ചെയ്തൂടെ? വാട്ട് ഡസ് ഇറ്റ് മാറ്റർ ഇഫ് യു ആർ നോട്ട് ഫസ്റ്റ് ഇൻ ദ ട്രയൽസ്. ട്രയൽസിൽ ഫസ്റ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ടുമോറോ ഈസ് വാട്ട് കൗണ്ട്സ്. നാളെയല്ലേ ഫൈനലിൽ കിടക്കണം, അപ്പോഴല്ലേ നമുക്കിത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ ക്വാളിഫൈ ആയാൽ പോരെ. Suddenly all the tension seemed to ebb out of my body as the truth of what he said hit me. അദ്ദേഹം പറഞ്ഞ ആ സത്യം, ആ യാഥാർത്ഥ്യം എൻ്റെ മനസ്സിൽ വളരെ ഉടച്ചു കിടന്നു. അതുകൊണ്ട് എൻ്റെ ടെൻഷൻ എല്ലാം ഒഴുകിപ്പോയി, എബ്ഡ് ഔട്ടായിപ്പോയി, ഒഴുകിപ്പോയി. കോൺഫിഡൻ്റ്ലി ഐ ഡ്രീ എ ലൈൻ എ ഫുൾ ഫുട്ട് ടു ദ ബാക്ക് ഓഫ് ദ ബോർഡ് ആൻഡ് പ്രൊസീഡഡ് ടു ജമ്പ് ഫ്രം ദർ. ഒരടി പിറകിലോട്ട് ആ ലൈന് ഞാൻ വേറെ ലൈനിട്ട് അവിടുന്ന് ചാടാൻ ആരംഭിച്ചു. ഐ ക്വാളിഫൈഡ് വിത്ത് ആൾമോസ്റ്റ് എ ഫുട്ട് ടു സ്പെയർ. ഒരടിയോളം ബാക്കിയുള്ളത് എത്രയാണോ ക്വാളിഫൈഡ് ഡിസ്റ്റൻസ് വേണ്ട അതിൽ ഒരടി കൂടുതൽ ഞാൻ ചാടി, ഞാൻ ക്വാളിഫൈ ആയി. ദാറ്റ് നൈറ്റ് ഐ വാക്ക്ഡ് ഓവർ ടു ലസ്ലോങ്സ് റൂം ഇൻ ദ ഒളിമ്പിക് വില്ലേജ് ടു താങ്ക് ഹിം. നന്ദി പറയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ റൂമിലോട്ട് ഞാൻ ചെന്നു. ഐ ന്യൂ ദാറ്റ് ഇഫ് ഇറ്റ് ഹാഡിൻറ്റ് ബീൻ ഫോർ ഹിം ഐ പ്രോബബ്ലി വുഡൻ ബി ജമ്പിങ് ഇൻ ദ ഫൈനൽസ് ഓഫ് ദാറ്റ് ഫോളോയിങ് ഡേ. അദ്ദേഹം ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഉപദേശം ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ചിലപ്പോൾ അടുത്ത ദിവസത്തെ ഫൈനലിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നില്ല. വി സാറ്റ് ഇൻ ഹിസ് ക്വാർട്ടേഴ്സ് ആൻഡ് ടോക്ക്ഡ് ഫോർ 2 hours. അദ്ദേഹത്തിൻ്റെ റൂമിൽ ഞങ്ങൾ 2 മണിക്കൂറോളം സംസാരിച്ചിരുന്നു. അബൌട്ട് ട്രാക്ക് ആൻഡ് ഫീൽഡിനെ പറ്റി, അവേഴ്സെൽഫ് സ്വയം, ഞങ്ങളെപ്പറ്റി, ദ വേൾഡ് സിറ്റുവേഷൻ, ലോകത്തിലെ സിറ്റുവേഷനെ പറ്റി, ആൻഡ് ഡസൻ അതർ തിങ്സ്, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ. വെൻ ഐ ഫൈനലി ഗോട്ട് അപ്പ് ടു ലീവ് വി ബോത്ത് ന്യൂ ദാറ്റ് എ റിയൽ ഫ്രണ്ട്ഷിപ്പ് ഹാഡ് ബീൻ ഫോംഡ്. ഒരു പ്രത്യേക ഫ്രണ്ട്ഷിപ്പ്, റിയൽ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഫോം ചെയ്തു തമ്മിൽ എന്നാണ് ഞങ്ങൾക്ക് ബോധ്യമായി. ലെസ് വുഡ് ഗോ ഔട്ട് ടു ദ ഫീൽഡ് ദ നെക്സ്റ്റ് ഡേ ട്രൈങ് ടു ബീറ്റ് മീ ഇഫ് ഹി കുഡ്. എന്നെ തോൽപ്പിക്കേണ്ട ആളാണ്, എന്നിട്ട് ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പായി. ബട്ട് ഐ ന്യൂ ദാറ്റ് ഹി വാണ്ടഡ് മീ ടു ഡു മൈ ബെസ്റ്റ് ഈവൻ ഇഫ് ദാറ്റ് മെൻറ്റ് മൈ വിന്നിങ്. ഞാൻ ജയിച്ചാൽ പോലും അദ്ദേഹത്തിന് അതൊരു ബുദ്ധിമുട്ടായിരുന്നില്ല. എൻ്റെ ബെസ്റ്റ് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ആസ് ഇറ്റ് ടേൺഡ് ഔട്ട് ലെസ് ബ്രോക്ക് ഹിസ് ഓൺ പാസ്റ്റ് റെക്കോർഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസരം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയുള്ള സ്വന്തം റെക്കോർഡ് തിരുത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ബെസ്റ്റ് ചാടി എന്നർത്ഥം. ഇൻ ഡൂയിങ് സോ ഹി പുഷ്ഡ് മീ ഓൺ ടു എ പീക്ക് പെർഫോമൻസ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മാക്സിമം പുറത്തെടുക്കാൻ നിർബന്ധിതനായി. I remember that at the instant I landed from my final jump, the one which set the Olympic record of 26 feet 5 by 16 inches. ഞാൻ ചാടിയപ്പോൾ അത് അതിൻ്റെ ഒളിമ്പിക് റെക്കോർഡായിരുന്നു. അത് 26 ഫീറ്റ് 5.5/6 ഇഞ്ചസ് ആയിരുന്നു. ഹി വാസ് അറ്റ് മൈ സൈഡ് കൺഗ്രാജുലേറ്റിംഗ് മീ. അത്രയായപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തു. ഡെസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് ഹിറ്റ്ലർ ഗ്ലെയർഡ് അറ്റ് us ഫ്രം ദ സ്റ്റാൻഡ്സ് നോട്ട് 100 yards away. അദ്ദേഹത്തിൻ്റെ ലെസ്ലോങ്ങിൻ്റെ മാസ്റ്ററായിട്ടുള്ള അഡോൾഫ് ഹിറ്റ്ലർ ഞങ്ങളെ നോക്കിയും കൊണ്ടുണ്ടായിരുന്നു. എന്നിട്ടും ലെസ്ലോങ് എൻ്റെ അടുത്ത് വന്ന് എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തു. ലെസ് shook my hand hard and it wasn't a fake smile with a broken heart sought to grip either. അത് ഫേക്ക് ആയിട്ടുള്ള ഒന്നായിരുന്നില്ല, ആത്മാർത്ഥമായിട്ടുള്ള കൺഗ്രാജുലേഷൻ ആയിരുന്നു.
You can melt down all the gold medals and cups I have. എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഗോൾഡ് മെഡൽസും കാര്യങ്ങളൊക്കെ വേണം നിങ്ങൾക്ക് ഉരുക്കിയെടുക്കാം. ആൻഡ് ദേ കുഡിൻ ബി പ്ലേറ്റിംഗ് ഓൺ ദ 24 കാരറ്റ് ഫ്രണ്ട്ഷിപ്പ് ഐ ഫെൽറ്റ് ഫോർ ലെസ് ലോങ് അറ്റ് ദാറ്റ് മൊമെൻറ്റ്. ആ മൊമെൻറ്റിൽ എനിക്ക് ലെസ് ലോങ്ങിലുണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ 24 കാരറ്റ് സ്വർണം ഇതിന് മുമ്പിൽ പ്ലേറ്റ് ചെയ്താൽ പോലും ഉണ്ടാകുന്ന അതിനേക്കാട്ടിലും കൂടുതൽ പ്യൂരിറ്റി ഉണ്ടായിരുന്നു ആ ഫ്രണ്ട്ഷിപ്പിന്. ഐ റിയലൈസ്ഡ് ദെൻ ടു ദാറ്റ് ലെസ് വാസ് ദ എപ്പിറ്റോം ഓഫ് വാട്ട് പീർ ഡി കുബർട്ടിൻ, founder of the modern Olympic Games, must have had in mind when he said, the important thing in the Olympic game is not winning but taking part. അപ്പോൾ പീർ ഡി കുബേർട്ടനാണ് മോഡേൺ ഒളിമ്പിക് ഗെയിംസിൻ്റെ സ്ഥാപകൻ പീർ ഡി കുബേർട്ടനാണ്. അദ്ദേഹം അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദ ഒളിമ്പിക് ഗെയിംസ് ഈസ് നോട്ട് വിന്നിങ് ബട്ട് ടേക്കിംഗ് പാർട്ട്. ദ എസെൻഷ്യൽ തിങ് ഇൻ ലൈഫ് ഈസ് നോട്ട് കോൺക്വറിങ് ബട്ട് ഫൈറ്റിംഗ് വെൽ. പങ്കെടുക്കുക എന്നുള്ളതാണ്, വിജയിക്കുക എന്നതിലപ്പുറം പങ്കെടുക്കുക എന്നുള്ളതാണ്, ടേക്കിംഗ് പാർട്ട് ആവുക എന്നുള്ളതാണ് എസെൻഷ്യൽ തിങ് ഇൻ ലൈഫ്. ഇതുകൊണ്ട് ജീവിതത്തിലും നമ്മളെ തന്നെ എന്താണ് വേണ്ടത്? നോട്ട് കോൺക്വറിങ് ബട്ട് ഫൈറ്റിംഗ് വെൽ. നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുക, കീഴടക്കുക എന്നതാവരുത് നമ്മുടെ പോളിസി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പീർ ഡി കുബേർട്ടൻ. അതിന് യഥാർത്ഥ മാതൃകയായിരുന്നു, എപ്പിറ്റോമായിരുന്നു ലെസ് ലോങ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇത്രയേ ഉള്ളൂ കഥ. ഓക്കെ, ഈ സ്റ്റോറി ഇതാണ്. അപ്പോൾ നമ്മളിത് ലെസ് ലോങ്ങും അദ്ദേഹത്തിൻ്റെ കുറച്ച് ഓട്ടോബയോഗ്രഫിയുടെ കുറച്ച് ഡീറ്റെയിൽസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നൗ വി ആർ മൂവിങ് ടുവേർഡ്സ് അവർ ടാസ്ക് ഓഫ് ദ ഡേ. ക്വസ്റ്റ്യൻസ് ഫോർ ആൻസറിങ്. 4 ക്വസ്റ്റ്യൻസാണ് അവിടെ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ സാധാരണ ചെയ്യണമാതിരി തന്നെ അത് ആൻസർ എഴുതി വയ്ക്കുക. പ്ലസ് ഇപ്രാവശ്യം ഒരു ചേഞ്ച് ഉണ്ട്. നിങ്ങളുടെ അടുത്ത് ഞാൻ അറ്റൻഡൻസ് തരാൻ പറയുന്നത് ഇത് വാട്സപ്പിലൂടെ അല്ല ഇപ്രാവശ്യം. അപ്പോൾ അതിനകത്ത് ഗൂഗിൾ ഫോം ആൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ഗൂഗിൾ ഫോമിലൂടെ വേണം. അതിനകത്ത് ഈ 4 ക്വസ്റ്റ്യൻസാണുള്ളത്. അപ്പോൾ ഇത് ആൻസർ നിങ്ങൾ ആദ്യം എഴുതി റെഡിയാക്കി വയ്ക്കുക. എന്നിട്ട് പിന്നെ അതിനകത്ത് അത് ടൈപ്പ് ചെയ്ത് ചെയ്യാം. ഓക്കെ, ദെൻ അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. ഓക്കെ, ഐ ആം വൈൻഡിങ് അപ്പ് നൗ. ഓക്കെ, ദെൻ